എൻ്റെ ഈ വീഡിയോ കൊണ്ടൊന്നും അവരെ നേരെയാക്കാൻ പറ്റത്തൊന്നുമില്ല. അവരുടെ നിപ്പിൾ എക്സ്പോസ്ഡ് ആയിട്ട് ഡ്രസ്സ് ധരിച്ചിരിക്കുന്ന രീതിയിൽ. ഹലോ, വെൽക്കം ടു ഡേവിഡ് ആൻഡ് ഫാമിലി യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്ന സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ വാർഡ്രോബ് മാൽ ഫംഗ്ഷൻ. ഈ ഒരു വാക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ് കുറച്ച് ദിവസങ്ങളായിട്ട്. പക്ഷെ അത് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമ്മൾ എല്ലാവരും തന്നെ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ മലയാളി നടൻ ജയറാമിൻ്റെ മകള് ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് ധരിച്ചിരുന്ന ഡ്രസ്സ് വളരെ മോശമായി പോയിരുന്നു എന്നുള്ള രീതിയിലുള്ള കുറേ വീഡിയോസ്. പക്ഷേ അതിൽ ഞാനൊരു മോശവും കണ്ടിട്ടില്ല. അതിലുപരി അവർക്ക് ആ ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുമുണ്ട്. ആ വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന കോമൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായ അറപ്പ് തോന്നിപ്പോകും. അതെന്നതാണെന്ന് വെച്ചാൽ ആ കുട്ടി ധരിച്ചിരിക്കുന്ന ഡ്രസ്സിന് പുറമെ അതിൻ്റെ ബോഡി പാർട്ട് കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ട് കാണിക്കുന്നു എന്നുള്ളതാണ് വീഡിയോയിലെല്ലാം കാണിച്ചിരിക്കുന്നത്. അത് ആ കുട്ടി അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിരിക്കുന്നതല്ല, അത് ആക്സിഡൻ്റലി ഉണ്ടായി പോയതാണ്. അതിനാണ് നമ്മൾ പറയുന്നത് വാർഡ്രോബ് മാൽ ഫംഗ്ഷൻ. അതാണല്ലോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കും. ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടും ഞാനിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളായതുകൊണ്ടാണ് മറ്റുള്ള സ്ത്രീകൾക്ക് ഇത് ഉപകാരപ്പെട്ടോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത്. കാരണം ഞാൻ ഇതുപോലെ ഒരുപാട് സ്ത്രീകൾ, അതായത് യൂണിഫോം ധരിച്ച് പോകുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന പെൺകുട്ടികൾ, അവരൊക്കെ പോകുമ്പോഴത്തേക്ക് ഞാൻ ഇതുപോലെ അവരുടെ നിപ്പിൾ എക്സ്പോസ്ഡ് ആയിട്ട് ഡ്രസ്സ് ധരിച്ചിരിക്കുന്ന രീതിയിൽ ഞാനത് കണ്ടിട്ടുണ്ട്. അത് അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. അത് ആക്സിഡൻ്റലി അല്ലെങ്കിൽ അവർ ആ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് മൂലം അല്ലെങ്കിൽ ആ ധരിച്ചിരിക്കുന്ന ഇന്നർ കാരണമാണ് അത് എക്സ്പോസ്ഡ് ആയിട്ട് കാണുന്നത്. പക്ഷേ ഇതെല്ലാം നോക്കിയിരിക്കാനായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ കുറേ പ്രെഡേറ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഈ പ്രെഡേറ്റേഴ്സ് വിചാരിക്കുന്നില്ല അവരുടെ വീട്ടിൽ നിന്നും ഇതുപോലെ സ്ത്രീകൾ പുറത്തേക്ക് പോകുമ്പോൾ അവരെയും വേറൊരു കണ്ണുകൊണ്ട് നോക്കാനായിട്ട് ആൾക്കാർ അവിടെ ഉണ്ടെന്നുള്ളത് ആ ആൾക്കാർ ചിന്തിക്കുന്നില്ല. അതിപ്പോൾ നമുക്ക് എന്നതാണേലും അവരെ ഇപ്പോൾ ഒരു നിമിഷം എൻ്റെ ഈ വീഡിയോ കൊണ്ടൊന്നും അവരെ നേരെയാക്കാൻ പറ്റത്തൊന്നുമില്ല. പക്ഷേ എനിക്ക് പറയാൻ അവസരം കിട്ടിയപ്പോഴത്തേക്ക് ഞാനിത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഡ്രസ്സ് ചെയ്യുമ്പോഴത്തേക്ക്, നമ്മൾ സ്ത്രീകൾ ഡ്രസ്സ് ചെയ്യുമ്പോഴത്തേക്ക് കഴിവതും ലോങ് മിററിൽ നമ്മളെ ഒന്ന് റീചെക്ക് ചെയ്താൽ നമ്മൾ ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക്. കാരണം നമ്മൾ സാധാരണക്കാരുടെ വീട്ടിലെല്ലാം ഈ ഒരു ആംഗിളിൽ കാണാൻ പറ്റുന്ന ചെറിയ മിററൊക്കെ ആയിരിക്കും ഉള്ളത്. അത് ലോങ് മിറർ ആണെങ്കിൽ തന്നെയും നമ്മൾ സ്ത്രീകൾ ഒരുങ്ങി പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് കൂടുതലും ഫേസ് നല്ലതാണ്. നമ്മുടെ കണ്ണ്, ലിപ്സ്റ്റിക്ക്, ഹെയർ, ആ ഒരു ഇത്രയും പോർഷൻ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ബാക്കിയുള്ള ബോഡി പാർട്സ് ഒന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ ഡ്രസ്സ് ഈവൻ കീറി ഇരിപ്പുണ്ടോയെന്ന് പോലും ചിലപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴായിരിക്കും നമ്മളത് കാണുന്നത് പോലും. അപ്പോൾ കഴിവതും നമ്മൾ സ്ത്രീകൾ പുറത്തേക്ക് പോകുമ്പോൾ, കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിലും നമ്മൾ ഒരുങ്ങി കഴിയുമ്പോഴത്തേക്ക് ഒന്നുകൂടെ നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കറക്റ്റായിട്ട് ലൈറ്റിലൊക്കെ ഒന്ന് നിന്ന് നോക്കുക. നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും നമ്മുടെ ഡ്രസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡി പാർട്സ്, നിപ്പിളൊക്കെ എക്സ്പോസ്ഡ് ആയിട്ട് കാണുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ള അമ്മമാർ കുട്ടികൾ പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക്, സ്കൂളിലാണെങ്കിൽ ഇതൊന്നും തന്നെയില്ല, പുറത്തേക്ക് പോകുമ്പോഴാണെങ്കിൽ പോലും അതൊന്ന് അവരെ ഒന്ന് റീചെക്ക് ചെയ്യുക. എന്തെങ്കിലും കാണുന്നുണ്ടോ, ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് ഓക്കെ ആണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഭാര്യമാർ ജോലിക്ക് പോകുമ്പോഴത്തേക്ക് ഭർത്താക്കന്മാരൊന്ന് ശ്രദ്ധിക്കുക. അതൊക്കെ ഒരു നല്ലൊരു കാര്യമാണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒഴിവാകാൻ പറ്റും. പിന്നെ ഇത് കവർ ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്നർ കൂടുതലും പാഡഡ് ബ്രാ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പാഡഡ് ബ്രാ ഇഷ്ടമല്ലാത്തവരുണ്ട് കേട്ടോ, കാരണം എല്ലാവർക്കും അത് ഇഷ്ടമാവണമെന്നില്ല. അപ്പം നോർമൽ ബ്രാ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഷോപ്പിലും ഓൺലൈനിലും ഒക്കെ എക്സ്ട്രാ പാഡ് നമുക്ക് മേടിക്കാനായിട്ട് അവൈലബിൾ ആണ്. സോ അത് മേടിച്ച് നമ്മുടെ ബ്രായുടെ ഉള്ളിൽ നിപ്പിളിൻ്റെ ആ ഒരു പോർഷനിൽ അത് കവർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. മറ്റൊരു കാര്യം എന്നാന്ന് വെച്ചാൽ, നമ്മൾ സ്ത്രീകളെ ഒരു വസ്തുവായിട്ട് കാണുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളൊരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണിത്. സ്ത്രീകൾ ഇങ്ങനെ ഡ്രസ്സ് ധരിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രസ്സ് ധരിക്കാൻ പാടില്ല എന്നുള്ളൊരു പ്രവണത നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ, നമ്മുടെ ഈ ഒരു കൾച്ചറിൽ മാത്രമേ കണ്ടുവരുന്നുള്ളൂ. എന്തുകൊണ്ടാണ് പുറം രാജ്യത്തുള്ള ആൾക്കാർ ബീച്ചിലൊക്കെ പോകുമ്പോഴത്തേക്ക് വിവസ്ത്രരായിട്ട് ബീച്ചിലൊക്കെ കിടക്കുന്നത്? അവിടെ ആരും മറ്റുള്ളവരുടെ ബോഡി പാർട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കമൻറ്റ് ചെയ്യാനായിട്ട് ആൾക്കാരില്ല. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം, നമ്മൾ സ്ത്രീകൾ നമ്മുടെ സൊസൈറ്റിയുടെ ഈ ഒരു മുഖം മനസ്സിലാക്കിയിട്ട് കഴിവതും നമ്മളെ തന്നെ ഒന്ന് റീചെക്ക് ചെയ്തിട്ടേ പുറത്തേക്ക് ഇറങ്ങാവുള്ളൂ. ഇതിനൊരവസരം നിങ്ങളായിട്ട് ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. പക്ഷെ ഇതൊന്നും ബോധർ ചെയ്യാതെ നടക്കുന്നതിലാണ് എനിക്ക് താല്പര്യം. അങ്ങനെ നടക്കുന്ന ഒരുപാട് പെൺകുട്ടികളെ എനിക്ക് അറിയുകയും ചെയ്യാം, ഉണ്ട് താനും. പക്ഷെ നമ്മളിത് ബോധർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും നമ്മളെ അതിലേക്ക് വലിച്ചിടുന്ന ഒരു സൊസൈറ്റിയിലും ഒരു കൾച്ചറിലുമാണ് നമ്മൾ ജീവിച്ചു വരുന്നത്. അതുകൊണ്ട് നമ്മൾ സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്നും കൂടെ നമ്മളെ ഒന്ന് മിററിൽ ഒന്ന് റീചെക്ക് ചെയ്തിട്ട് കഴിവതും ഇറങ്ങാനായിട്ട് ശ്രമിക്കുക.
എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ.